പണ്ട് ഒരു യൗവനക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സ്തോത്രം, പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ മറ്റൊരു ജാതിയിൽ നിന്നാണ് ഞാൻ കിട്ടുന്നത്. അതെന്താ? ആ കൂട്ടത്തെ മുഴുവൻ എനിക്ക് നേടണം. സ്തോത്രം, മോനെ, നിൻ്റെ കാര്യം പോക്കാവാതെ നീ സൂക്ഷിച്ചാൽ മതി എന്ന് പറയും. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസത്തിൽ പോലും ഇല്ല. അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ ദൈവം എത്ര നേരത്തെ അത് ആവിഷ്കരിച്ചേനെ. സ്തോത്രം. ദൈവം ആദ്യത്തെ വിവാഹം സ്ഥാപിക്കുമ്പോൾ ആദാം ആദ്യം കണ്ടത് ദൈവത്തെയാണ്, ഹവ്വ ആദ്യം കണ്ടത് ദൈവത്തെയാണ്. സ്തോത്രം. ദൈവത്തെ കണ്ടവർ തമ്മിലാണ്. സത്യദൈവത്തെ, ജീവനുള്ള ദൈവത്തെ കണ്ട് സാക്ഷാൽ ദൈവമാരെന്ന് തിരിച്ചറിഞ്ഞവർ തമ്മിലാണ് വിവാഹബന്ധം. ഇവിടെ ഇരിക്കുന്ന തലമുറകളോട് ഞാൻ പറയട്ടെ, അവരുടെ മാതാപിതാക്കളും കേട്ടോണം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നുകൊണ്ട് ഇങ്ങോട്ട് കല്യാണം നടത്താൻ വന്നാൽ പൊക്കോളം പറയും, ഇവിടെ നടത്തിക്കത്തില്ല. സ്തോത്രം. അല്ലേ? വിളിച്ചുകൊണ്ടുവരുന്ന സ്ഥലമല്ല ദൈവമക്കളുടെ ഭവനങ്ങളും ആലയവും. സ്തോത്രം. ദൈവം വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് കാരണം എന്താ? ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ പിറന്നു വീണാൽ ആ ദൈവ പൈതലിനെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. അത് തികച്ചെടുപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിർവഹിച്ച് പറ്റത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ ഇവിടെ ശിംശോൻ തിമ്നയിലേക്ക് ചെന്നു. പോണ വഴിക്ക് ഒരെണ്ണത്തിനെ കണ്ടു, പുള്ളിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, അനന്തരം ശിംശോൻ ഗസിയിൽ ചെന്ന് അവിടെ ഒരു വേശ്യയെ കണ്ട് പോകുന്ന വഴി വേറെണ്ണത്തിനെ കണ്ടു. അവളുടെ മതി 4-ാമത്തെ വാക്യം വായിച്ച്. അതിന്റെ ശേഷം അവൻ സോരേക് താഴ്വരയിൽ ദലീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. വേറെണ്ണം. സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുള്ളിക്ക് എന്തുണ്ടായിരുന്നു? കൺമോഹവും ജഡമോഹം ഉണ്ടായിരുന്നു. സ്തോത്രം. അതവൻ്റെ ശക്തി ചോർത്തിക്കളഞ്ഞു. ഹല്ലേലൂയ. തന്നെ നിയന്ത്രിക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല. സ്തോത്രം. അതവൻ്റെ ബുദ്ധിയെ കെട്ടി. പ്രൈസ് ഗോഡ്. ദൈവത്തിന് വലിയൊരു ഉദ്ദേശം തന്നെക്കുറിച്ചുണ്ടെന്നുള്ളത് താൻ തിരിച്ചറിയാതെ ദൈവിക പദ്ധതി വളരെ ലാഘവത്തോടെ എടുക്കുവാനിടയായി തീർന്നു. ദൈവപൈതൽ മനസ്സിലാക്കണം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചുമുള്ള ദൈവിക പദ്ധതി വലുതാണ്. അത് ലാഘവത്തോടെ കാണരുത്. അതതിൻ്റെ ഗൗരവത്തിലെടുത്താൽ അത് ചെയ്തെടുക്കേണ്ടതിനുള്ള എല്ലാ മുഖാന്തരങ്ങളും ദൈവം തുറന്നു തരും.